വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ വേടൻ എന്ന് പറയുന്ന റാപ്പർ ഇപ്പോൾ ഒളിവിലാണ്. ഒരു പയ്യനും പെണ്ണും തമ്മിൽ കമ്പനിയായി, പിന്നെ അവർ പ്രേമത്തിലായി. ആ പ്രേമത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവർ ചില കലാപരിപാടികളൊക്കെ ഏർപ്പെട്ടു. അത് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ തുടർന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ പെണ്ണിന് തോന്നുകയാണ്, ഈ വേട്ടാവളിയും ശരിയല്ലല്ലോ, ഇവ എനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം തരുന്നില്ലല്ലോ, ഇവനുമായിട്ടുള്ള ബന്ധം ഒരു ടോക്സിക് ആണല്ലോ എന്ന് വിചാരിച്ചതിന് ശേഷം ഈ പെണ്ണ് പതുക്കെ അവനെ തേച്ചു. അപ്പോൾ അവളുടെ സുഹൃത്തുക്കളൊക്കെ പറയും, നീ തീയാണ്, തീക്കനലാണ്, തീക്കട്ടയാണ്, ചാമ്പലാണ്, മാങ്ങാത്തുള്ളിയാണെന്നൊക്കെ. ഇതൊക്കെ കേട്ട് അവൾ പൊങ്ങി സോഷ്യൽ മീഡിയയിൽ അവൾ ഒരു പോസ്റ്റ് ഇടും, എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടി. ഈ കൂടെ ഉള്ളത് വേട്ടാവളി എത്തിയാണ്, എനിക്ക് ഇവള് വേണ്ട എന്ന് പറഞ്ഞ് അവൻ തേച്ചാലോ? സമൂഹം എന്ത് പറയും? അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം. പോരാത്തതിന് പോലീസിന്റെ വക 2 സെക്ഷനും കൂടെ ഇട്ട് കേസ് കൊടുക്കും. 376 IPC അല്ലെങ്കിൽ BNS 69. അങ്ങനെ അവന്റെ ജീവിതം കരിയായി, ചാമ്പലായി, മണ്ണായി, പുഴുവായി അവൻ തീർന്നു. അതായത് ഒരു പുരുഷന് അവന്റെ ജീവിത പങ്കാളിയെയോ അവന്റെ ജീവിതത്തെയോ തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു ചോയ്സും ഇല്ല. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. വേടന്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. 2021 ആഗസ്റ്റ് മുതൽ 2023 ജൂൺ വരെ ഒരു യുവ ഡോക്ടറുമായിട്ട് വേടന് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു, പ്രേമത്തിലായിരുന്നു. അവർ തമ്മിൽ പലതവണ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ കഴിഞ്ഞാൽ വേടൻ കുറച്ചുകൂടി പോപ്പുലറായി, കുറെ കൂടി ആരാധകർ വന്നു. അപ്പോൾ ഇവന് തോന്നി ഈ പെണ്ണ് ടോക്സിക് ആണ്, അങ്ങനെ ഇപ്പോൾ സൂഹിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു. പക്ഷേ ഈ വേടനെതിരെ കൊടുത്തിരിക്കുന്ന കേസ് പുതിയ ഹൈക്കോടതി വിധി അനുസരിച്ച് നിലനിൽക്കുന്നതല്ല. ആ വിധിയിൽ ഇങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്, പ്രേമ കാലഘട്ടത്തിൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ഒരിക്കലും ബലാത്സംഗത്തിന്റെ ഡെഫിനിഷൻ വരുന്നില്ല. താഴെ കോടതികൾ ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി വിവാഹം കഴിഞ്ഞിട്ടാണ് കൂടെയുള്ള ജീവിത പങ്കാളി ടോക്സിക് ആണെന്ന് തോന്നുകയാണെങ്കിൽ സ്ത്രീക്ക് എപ്പോഴും വേണോ ഉപേക്ഷിച്ചിട്ട് പോവാം. ഈ അടുത്ത കാലത്ത് കുറച്ച് സ്ത്രീധന പീഡന മരണങ്ങൾ വന്നപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു വാചകമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി അല്ലെങ്കിൽ താലി പൊട്ടിച്ചെറിയണം, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം, നിങ്ങളുടെ വീട്ടിലോട്ട് വരണം. ഇറ്റ്സ് ഓക്കെ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ആണിനാണ് കൂടെയുള്ള ഭാര്യ ടോക്സിക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉപേക്ഷിച്ച് വരാൻ പറ്റുമോ? അങ്ങനെ വരികയാണെങ്കിൽ ഒന്നിൽ ഭാര്യയുടെ കാമുകനാൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് 498A, റിക്കവറി ഓഫ് മണി, മെയിൻ്റനൻസ്, അങ്ങനെ ഒരു 15ഓളം കേസുകൾ അവൻ്റെ തലയിൽ കെട്ടിവെക്കും. ഇനി പെൺകുട്ടികളാണ് മക്കളായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ വെച്ച് ഒരു പോക്സോ കേസും കൂടെ ഫിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ഏറ്റവും നല്ലത് കാശിക്ക് പോണതാണ് നല്ലത്.